ഞെട്ടിക്കുന്ന വാർത്തയാണ് ആശാനെ. പാറശാല ഷാരോൺ വധക്കേസിൽ ഗ്രീഷ്മയ്ക്ക് വധശിക്ഷ എന്ന ചരിത്രപരമായ വിധിയിലേക്ക് കോടതി കടക്കുന്നു. പറയാൻ വാക്കുകളില്ല. ഇത് ആഘോഷത്തിന്റെ രാത്രിയാണ്. കേരളത്തിന്റെ മനസ്സാക്ഷി ഞെട്ടിയ ക്രൂരമായ കൊലപാതകത്തിൽ ഗ്രീഷ്മയ്ക്ക് തൂക്കുകയർ. തന്നെ ഞാനൊന്ന് തൊഴുതോട്ടെ. മനസ്സിലാവില്ല, നിങ്ങൾക്കൊന്നും മനസ്സിലാവില്ല. ആ ഇറങ്ങിപ്പോയ മനുഷ്യന്റെ കണ്ണിൽ നിന്ന് വീണ കണ്ണീരിന്റെ വില, മഹത്വം. ഈ പത്രങ്ങൾ പറയും ഞാനും എന്റെ കുടുംബവും അനുഭവിച്ച വേദനയും ദുരിതവും ദുരന്തവുമൊക്കെ. എനിക്കിവിടെ പേരുത്തങ്ങോട്ട് വരും. എന്റെ കയ്യിലെങ്ങാനിപ്പൊ കിട്ടിയാണ്ടല്ലോ സാഗറേ, കിട്ടിയാ ഞാൻ അടിച്ചവളുടെ കാരണയും വിളിക്കും. ഫ്ലാഷ് ബാക്ക്. എന്റെ ആവശ്യങ്ങൾ ഞാൻ ഉള്ളവരോട് പറഞ്ഞോളാം. തമിഴ്നാട്ടിലേക്ക് മാറ്റുന്നത് ആവശ്യമാണ്. അത് ഇതിനെ ഉറച്ചു നിൽക്കുകയാണോ? അത് കോടതിയിലുള്ള കാര്യങ്ങൾ. അഹങ്കാരി. എന്തിനാണോ ഇങ്ങനെയുള്ളതിനെ കൊണ്ടാക്കുന്നത്? ഒക്ടോബർ 25-ന് ആശുപത്രിയിൽ വെച്ച് ഷാരോൺ മരിച്ചു. മരണം വിവാദമായതോടെ അമ്മ സിന്ധുവും അമ്മാവൻ നിർമ്മൽ കുമാറും തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു. ഗ്രഹണം ബാധിച്ചാലും അതിനൊരു സമയമുണ്ട്. സൂര്യൻ ആ കറുത്ത മറവിട്ട് പുറത്തു വരും. അതുപോലെ തന്നെയാണ് സത്യവും. മൂടി വെക്കാം, വളച്ചൊടിക്കാം, പക്ഷേ ഒരു നാൾ ഒരിടത്തത് പുറത്തു വരും. ഉള്ളിൽ നിന്ന് കറിയുന്നവന്റെ മുഖത്തോട് ചിരിക്കാൻ ഒരു സുഖമല്ലേ? ഇപ്പൊ അതുപോലും ചിരിക്കാമോ? വഴിവെക്കി ചിരിയടാ. വധശിക്ഷ കാത്തുകിടക്കുന്ന കേരളത്തിലെ ജയിലിലെ രണ്ടാമത്തെ സ്ത്രീയായി ഗ്രീഷ്മ മാറുന്നു. ചരിത്രവിധി ഉണ്ടായിരിക്കുന്നു. വളരെ കാലത്തിന് ശേഷം ഒരു അതിഥി എത്തുന്ന മഹത്തായ ദിവസം. എന്റെ മനക്കിലേക്ക് സ്വാഗതം. കാര്യം 2022 തൊട്ട് തുടങ്ങിയ അന്വേഷണമാണ്. ഇന്നാണ് ഇവിടെ ഇത് അവസാനിച്ചത്. അപ്പൊ ഏറ്റവും അഭിമാനമായിട്ട് തോന്നുന്നു. അന്ന് മുതലേ ഈ പറഞ്ഞതുപോലെ ഒരു കുറ്റബോധവും ഇല്ലായിരുന്നു. അന്നും ഹാപ്പി ആയിരുന്നു. ഇന്നും വളരെ സന്തോഷത്തോടെ. വേറെ എന്തായാലും സംഭവിച്ചു. ഒന്ന് കരഞ്ഞൂടെ നിനക്ക്, ആരും കാണാതെ? ഞങ്ങൾക്ക് ഞങ്ങൾ പ്രതീക്ഷിച്ച ഏറ്റവും വലിയ ശിക്ഷാവിധി കിട്ടി. അനക്ക് ഇരിക്കട്ടെ ഒരു കുതിരപ്പാവൻ. എല്ലാവർക്കും സന്തോഷമായല്ലോ. എനിക്ക് സന്തോഷമായി. എല്ലാവർക്കും പിരിഞ്ഞു പോവാം.